പ്രിയമുള്ള കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്റർ തുടങ്ങി വെക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയെന്നോണം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷൻ നമ്മൾ പഠിച്ചു. സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഉപയോഗിച്ചുകൊണ്ട് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുകയും ചെയ്തു. ഇനി അതിൻ്റെ ഒരു ബാക്കി ഭാഗമായിട്ടുള്ള ഇമ്പൾസീവ് ഫോഴ്സും ഇമ്പൾസും എന്താണെന്നാണ് നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത്. ഇമ്പൾസ് ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യം തന്നെയാണ്. ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഒരു ലാർജ് ഫോഴ്സ്. ഇഫ് എ ലാർജ് ഫോഴ്സ് ആക്ട്സ് ഫോർ എ വെരി ഷോർട്ട് ഇൻ്റർവെൽ ഓഫ് ടൈം, ഇറ്റ് ഈസ് നോൺ ആസ് ആൻ ഇമ്പൾസീവ് ഫോഴ്സ്. പെട്ടെന്ന് വളരെ വലിയ ശക്തിയുള്ള ഒരു ഫോഴ്സ് വളരെ ചെറിയ ഒരു സമയത്തേക്ക് പ്രയോഗിക്കപ്പെടുകയാണെങ്കിൽ അതിനെയാണ് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ബാറ്റ് കൊണ്ട് ഒരു ബോളിനെ അടിക്കുന്നത്, ഹിറ്റിംഗ് എ ബോൾ വിത്ത് എ ബാറ്റ്, അല്ലെങ്കിൽ ചുറ്റിക കൊണ്ട് ആണി അടിക്കുന്നത്, ഡ്രൈവിങ് എ നെയിൽ യൂസിങ് എ ഹാമർ, ഇതൊക്കെ നമുക്ക് ഇമ്പൾസീവ് ഫോഴ്സിൻ്റെ എക്സാമ്പിൾസായിട്ട് പറയും. ആൻഡ് ദ എഫക്റ്റ് ഓഫ് ദ ഇമ്പൾസീവ് ഫോഴ്സ് ഈസ് നോൺ ആസ് ഇമ്പൾസ്. ഇമ്പൾസീവ് ഫോഴ്സ് ഉണ്ടാക്കുന്ന എഫക്റ്റിനെ, അതിൻ്റെ രൂപത്തിനെ എന്താണ് നമുക്ക് പറയുക? ഇമ്പൾസ് എന്നാണ് നമ്മളതിനെ വിളിക്കുക. ആൻഡ് ഇമ്പൾസ് ഈസ് ഈക്വൽ ടു, അതിൻ്റെ ഇക്വേഷനാണ് ഫോഴ്സ് ഇൻ ടു ടൈം. ഇമ്പൾസിൻ്റെ ഇക്വേഷനാണ് ഫോഴ്സ് ഇൻ ടു ടൈം. ആൻഡ് ഇറ്റ്സ് യൂണിറ്റീസ് നിങ്ങൾക്കറിയാം, ഫോഴ്സിൻ്റെയും ടൈമിൻ്റെയും യൂണിറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂട്ടൺ ഇൻറ്റു സെക്കൻഡാണ് അതിൻ്റെ യൂണിറ്റ്. ഡയമെൻഷൻ ഫോർമുലയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇമ്പൾസിൻ്റെ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഫോർമുല mL(T⁻²) ആണ്. ടൈമിൻ്റെത് T ആണ്. അപ്പം mL(T⁻⁻1) ആണ് ഇമ്പൾസിൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ ഫോർമുലയുമായിട്ട് സെയിം ആണ്. അതും നമ്മൾ മനസ്സിലാക്കിയതാണ്. സോ ഈ ഇമ്പൾസിൻ്റെ ഒരു ആപ്ലിക്കേഷൻസ്, ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് നിത്യജീവിതത്തിൽ പറയാൻ പറ്റും. അതായത് ഫോഴ്സിൻ്റെ വാല്യൂ കുറച്ചുകൊണ്ട് നമുക്ക് കൈകൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ മറ്റ് പല വസ്തുക്കളിലും ഉണ്ടാകുന്ന ആഘാതം കുറയ്ക്കാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലോങ് ജമ്പ് പ്ലെയേഴ്സ് ജംപ്സ് ടു ലൂസ് സാൻഡ്, ഇളകിക്കിടക്കുന്ന മണ്ണിലേക്കാണ് അല്ലെങ്കിൽ മണലിലേക്കാണ് ലോങ് ജമ്പുകാർ ചാടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്? നമ്മൾ ചാടാനെടുക്കുന്ന സമയം അല്ലെങ്കിൽ ചാടി നിൽക്കാനെടുക്കുന്ന സമയം ദീർഘപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഉറച്ച തറയിലേക്കാണ് ചാടുന്നതെങ്കിൽ അവിടെ തന്നെ പെട്ടെന്ന് നിൽക്കേണ്ടി വരും. മണലിലേക്കാണ് ചാടുന്നതെങ്കിൽ നിരങ്ങി നീങ്ങിയാണ് നിൽക്കുക. അപ്പോൾ നമുക്കറിയാം F=ma എന്നാണ് എന്നറിയാം. ദറ്റ് ഈസ് m ഇൻറ്റു എക്ക് പകരം v-u/t എന്ന് നമുക്ക് പറയാം, ആക്സിലറേഷൻ. അപ്പോൾ ടൈമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫോഴ്സിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കാലുകളിലുണ്ടാകുന്ന ഫോഴ്സ് കുറയും, അല്ലേ? അപ്പോൾ ഇങ്ങനെ ടൈമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഫോഴ്സിൻ്റെ വാല്യൂ കുറയ്ക്കാൻ നമ്മൾ പല ഘട്ടങ്ങളിലും ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എ ക്രിക്കറ്റ് പ്ലെയർ ലോവേഴ്സ് ഹിസ് ഹാൻഡ്സ് വൈൽ ക്യാച്ചിങ് എ ബോൾ. ഒരു ബോൾ പിടിക്കുമ്പോൾ കൈ നമ്മുടെ ശരീരത്തിൻ്റെ അടുത്തേക്ക് നീക്കി താഴ്ത്തി കൊണ്ടുവരുന്നുണ്ട്, അല്ലേ? അല്ലാതെ ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് പിടിച്ചുകൊണ്ടല്ല ബോൾ പിടിക്കുക, സ്വാഭാവികമായിട്ട് ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും സമയം അതിന് കിട്ടുന്നുണ്ട് ബോളിന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി. അതായത് ടൈം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ടൈം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫോഴ്സിൻ്റെ വാല്യൂ കുറയുന്നുണ്ട്. അതുകൊണ്ട് കൈകളിലുണ്ടാകുന്ന ആഘാതം കുറയുന്നുണ്ട്. മറ്റ് പല ഉദാഹരണങ്ങളും പറയാം. നമുക്കറിയാം, പൊട്ടുന്ന വസ്തുക്കളൊക്കെ പാക്കിംഗ് കേസുകളിലാണ് വരിക. തെർമോക്കോള് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പാക്ക് ചെയ്തിട്ടാണ് മിക്കവാറും ഗ്ലാസ് അല്ലെങ്കിൽ മറ്റ് പൊട്ടാൻ സാധ്യതയുള്ള വസ്തുക്കളൊക്കെ പാക്ക് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഡയറക്റ്റായിട്ട് ആ വസ്തുവിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് വരികയാണെങ്കിൽ ആ ഫോഴ്സ് ഡയറക്റ്റായിട്ട് ഏൽക്കുന്നു, അല്ലെങ്കിൽ അതിന് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സമയം വളരെ കുറവാണ്. അതുകൊണ്ട് ടൈം കുറവാണെങ്കിൽ ഫോഴ്സ് കൂടും. അതേസമയം പാക്ക് ചെയ്തിട്ടുള്ള ഒരു വസ്തുവിൻ്റെ മുകളിലാണ് അതേ ഫോഴ്സ് വരുന്നതെങ്കിൽ ഈ പാക്കിംഗ് മെറ്റീരിയലിനകത്തുകൂടി വേണം ഈ ഫോഴ്സിന് ട്രാവൽ ചെയ്യാൻ. അപ്പോൾ അത്രയും സമയം സഞ്ചരിച്ചിട്ട് വേണം വസ്തുവിലേക്ക് ഫോഴ്സ് എത്തുന്നത്. അപ്പോൾ ടൈം ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഫോഴ്സ് ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, മറ്റൊരു എക്സാമ്പിളാണ് വെഹിക്കിൾസിൻ്റെയൊക്കെ സ്പ്രിങ്ങുകൾ. നല്ല സ്പ്രിങ്ങുകളുള്ള, നല്ല സസ്പെൻഷനുള്ള വാഹനങ്ങളിലെ സഞ്ചാരം നമുക്ക് സുഖകരമാണ്. അല്ല, സ്പ്രിങ്ങുകളൊക്കെ വളരെ മോശമായിട്ടുള്ള അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഒരേ റോഡിൽ കൂടെ പോവുകയാണെങ്കിലും ഇതിൻ്റെ ഈ കുലുക്കങ്ങൾ, റോഡിലുള്ള തടസ്സങ്ങൾ, കുലുക്കങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലെത്താൻ കൂടുതൽ ദൂരം സ്പ്രിങ്ങുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ കൂടുതൽ സമയമെടുക്കുകയാണ്. കൂടുതൽ സമയമെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആഘാതങ്ങൾ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് ഇമ്പൾസുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇമ്പൾസുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ. ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ.
ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. അതാണ് ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. അത് പ്രൂവ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇമ്പൾസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് എന്നറിയാം. ഫോഴ്സിന് ഞാൻ ഇങ്ങനെ ചെയ്യാണ്, എം ഇൻറ്റു എക്ക് പകരം വി മൈനസ് യു ബൈ ടി ഇൻറ്റു ടി. ടി ക്യാൻസലായി, ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു, ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എം വി മൈനസ് എം യു. മാസ് ഇൻറ്റു വെലോസിറ്റിയാണ് മൊമെൻറ്റം. V is final velocity. So mv is final momentum and mu is initial momentum. Okay. അപ്പോൾ ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനിഷ്യൽ മൊമെൻറ്റം എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം. അവസാനത്തത് മൈനസ് ആദ്യത്തത്, ചേഞ്ച് ഇൻ മൊമെൻറ്റം. മൊമെൻറ്റം ഈസ് പി. അപ്പോൾ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇമ്പൾസ് ആയിരുന്നു. സോ വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഇതാണ് ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ, അതിൻ്റെ പ്രൂഫും. ഓക്കെ. ഇനി നമ്മൾ ഫോഴ്സിനെ കുറിച്ച് സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ ഫോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ബേസിക് ഫോഴ്സസ് ഇൻ നേച്ചർ. വാട്ട് ആർ ദ ബേസിക് ഫോഴ്സസ് ഇൻ നേച്ചർ ഓർ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ? ബേസിക് ഫോഴ്സസ്, ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നതാണ്, ഫിസിക്കൽ വേൾഡ് എന്നുള്ള ചാപ്റ്ററിൽ വരുന്നതാണ്. അപ്പോൾ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് അതിവിടെ പറയുന്നത്, ബേസിക് ഫോഴ്സസ് ഇൻ നേച്ചർ. നമുക്ക് ധാരാളം ഫോഴ്സുകളെ നമുക്ക് നിത്യജീവിതത്തിൽ പരിചയമുണ്ട്. ഇപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അറിയാം, ഫ്രിക്ഷണൽ ഫോഴ്സ് അറിയാം, അങ്ങനെ ഒരുപാട് ഫോഴ്സുകളെ, ആറ്റംസ് തമ്മിലുള്ള ഫോഴ്സ് അറിയാം, ഇലക്ട്രിസിറ്റി കാരണമുള്ള ഫോഴ്സ് അറിയാം, അങ്ങനെ ഒരുപാട് ഫോഴ്സ് ഉണ്ടെങ്കിലും പ്രപഞ്ചത്തിൽ there are only 4 types of force. There are only 4 fundamental or basic forces in nature, and they are, first is gravitational force. Gravitational force. Second is electromagnetic force. Electromagnetic force. Third is strong nuclear force. Strong nuclear force. And the fourth one is weak nuclear force. These are the 4 basic ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. ഈ ഓരോന്നിനെക്കുറിച്ചും നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവുന്നത് മാസ്സുള്ള വസ്തുക്കൾക്കിടയിലാണ്. സോ ഇറ്റ് ഈസ് എ ഫോഴ്സ് ഡ്യൂ ടു മാസ് ഓഫ് ദ പാർട്ടിക്കിൾസ്. വസ്തുക്കളുടെ മാസ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവാനുള്ള കാരണം. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനൊക്കെ നിങ്ങൾ കുറച്ച് കഴിയുമ്പം 1-2 ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ പഠിക്കും, പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നുണ്ട്. ഓൾ ബോഡീസ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവരി അതർ ബോഡി. സോ ഇറ്റ് ഈസ് എൻ അട്രാക്റ്റീവ് ഫോഴ്സ് and it is inversely proportional to the square of the distance between the particles. ഈ ഫോഴ്സ് രണ്ട് വസ്തുക്കളുടെ അകലത്തിൻ്റെ വർഗത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആൻ ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഓക്കെ. ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ റേഞ്ച് വളരെ വലുതാണ്. അതായത് വളരെ ദൂരത്തേക്ക് ഇതിൻ്റെ ശക്തി അതിന് പ്രസരിപ്പിക്കാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം, ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്കോ അല്ലെങ്കിൽ സൂര്യൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഭൂമിയുമായിട്ടോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഓൾവേസ് അട്രാക്റ്റീവ് ആൻഡ് ഇറ്റ് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. ഈ 4 കാര്യങ്ങൾ ഇനി പറയാൻ പോകുന്നതിൽ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് 2 പദങ്ങൾ ചേർത്തുണ്ടാക്കിയതാണ്, ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും. ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 2 ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സാണ്. 2 പോസിറ്റീവ് ചാർജോ 2 നെഗറ്റീവ് ചാർജോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും, അങ്ങനെ 2 ചാർജുകൾക്കിടയിലുള്ള വൈദ്യുത ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സാണ് ഇലക്ട്രിക് ഫോഴ്സ്. അതേപോലെ 2 മാഗ്നറ്റിക് പോൾസിനിടയിലുള്ള ഫോഴ്സാണ് മാഗ്നറ്റിക് ഫോഴ്സ്. ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും, അല്ലെങ്കിൽ 2 നോർത്ത് പോൾ അല്ലെങ്കിൽ 2 സൗത്ത് പോൾ, ഇവയ്ക്കിടയിലുള്ള ഫോഴ്സാണ് മാഗ്നറ്റിക് ഫോഴ്സ്. ഈ ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും എല്ലാ കാര്യങ്ങളിലും വളരെയധികം സിമിലറാണ്. മിക്ക കാര്യങ്ങളിലും വളരെയധികം സിമിലർ ആയതുകൊണ്ട്, ഏതാണ്ട് ട്വിൻസ് പോലെ ആയതുകൊണ്ടാണ് അവയെ ഒന്നിച്ച് ചേർത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ there is attraction and repulsion. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൽ 2 പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ റിപ്പൽഷൻ, 2 നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ റിപ്പൽഷൻ, 2 നോർത്ത് പോളോ 2 സൗത്ത് പോളോ തമ്മിലാണെങ്കിൽ റിപ്പൽഷൻ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും തമ്മിൽ അട്രാക്ഷൻ, ഒരു സൗത്തും ഒരു നോർത്തും തമ്മിൽ അട്രാക്ഷൻ. അപ്പം ദർ ഈസ് അട്രാക്റ്റീവ് ആസ് വെൽ ആസ് റിപ്പൾസീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദം.
ഇറ്റ് ഈസ് ഓൾസോ ഒബേയിങ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. അതും ഈ രണ്ട് ഫോഴ്സുകളും അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ചാർജസ് ഓർ പോൾസ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് അത് വരുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ എ ലോങ് റേഞ്ച് ഫോഴ്സ്. ഇനി പറയാനുള്ള രണ്ട് കാര്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, രണ്ട് ഫോഴ്സുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും ലോങ് റേഞ്ച് ഫോഴ്സാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ അത്ര വരുന്നില്ലെങ്കിലും ഇറ്റ് ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് ആൻ ലോങ് റേഞ്ച് ഫോഴ്സ്. And if we say the strength of gravitational force as 1, ഇതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ സ്ട്രെങ്ത്ത് 1 എന്ന് പറയുകയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ സ്ട്രെങ്ത്ത് നമ്മൾ പറയേണ്ടത് 10⁻36 ആണ്. അതായത് 1 എന്ന് എഴുതിയിട്ട് 36 പൂജ്യം വലതുവശത്ത് ഇടുന്ന അത്രയും സ്ട്രോങ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഓക്കെ, എല്ലാ വസ്തുക്കളിലുള്ള ആറ്റങ്ങളും ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഒക്കെ തമ്മിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സാണുള്ളത്. ഈ വിസ്കസ് ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, അതൊക്കെ അറ്റോമിക് മോളിക്കുലർ ഫോഴ്സൊക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ വേറെ നേച്ചറുകളാണ്. ഓക്കെ, so let us go to the third basic force, that is the strong nuclear force. It is the force inside the nucleus which binds the nucleons together. ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെയാണുള്ളത്? ന്യൂട്രോൺസും പ്രോട്ടോൺസും അല്ലേ? ഇപ്പോൾ ചാർജുള്ള കണങ്ങളാണ് പ്രോട്ടോൺസ് പോസിറ്റീവ് ചാർജാണുള്ളത്. അവ തമ്മിൽ റിപ്പല് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ റിപ്പൽഷനെ ഓവർകം ചെയ്തുകൊണ്ട് അവയെ ചേർത്ത് നിർത്തുന്ന റിപ്പൽഷനേക്കാളും ശക്തിയുള്ള മറ്റൊരു ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ഈ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒന്നിച്ചു ചേർന്ന് ന്യൂക്ലിയസ് സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഫോഴ്സ് വിച്ച് ബൈൻഡ്സ് ദ ന്യൂക്ലിയോൺസ് ടുഗദർ. ആൻഡ് ഇറ്റ് ഈസ് എ വെരി ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. ന്യൂക്ലിയസിനകത്ത് മാത്രമേ അതിൻ്റെ ശക്തിയുള്ളൂ. ന്യൂക്ലിയസിൻ്റെ സ്ട്രെങ്ത് റേഞ്ച് ഏതാണ്ട് 10⁻⁻15 മീറ്ററാണ് ന്യൂക്ലിയസിൻ്റെ സൈസ്. അപ്പോൾ അത്രയും സ്ഥലത്തേക്ക് മാത്രമേ ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ ശക്തി വ്യാപിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇറ്റ് ഈസ് ജനറലി അട്രാക്റ്റീവ് ഇൻ നേച്ചർ. പൊതുവേ അട്രാക്റ്റീവാണ്, ഈ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ബൈൻഡ് ചെയ്ത് വെക്കുകയാണ്. പക്ഷേ ഇറ്റ് മേ ബിക്കം റിപ്പൾസീവ് ആൾസോ ഇൻ സം അതർ കേസസ്. അതായത് ഒരുപാട് അട്രാക്ഷൻ കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വളരെ 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 ക്ലോസ് ആവുകയാണെങ്കിൽ ഇവ തമ്മിൽ അട്രാക്ഷന് പകരം റിപ്പൾഷനും ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇറ്റ് ഈസ് ചാർജ് ഇൻഡിപെൻഡൻറ്റ്. ചാർജ് അതിനൊരു പ്രശ്നമല്ല. പ്രോട്ടോൺ ആയാലും ന്യൂട്രോൺ ആയാലും, അതായത് 2 പ്രോട്ടോണോ 2 ന്യൂട്രോണോ, 1 പ്രോട്ടോണും 1 ന്യൂട്രോണും ആയാലും അതിനൊരുപോലെയാണ്. ചാർജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിന് പ്രശ്നമല്ല. ഇറ്റ് ഈസ് എ ചാർജ് ഇൻഡിപെൻഡൻറ്റ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? ഇറ്റ് ഈസ് എ വെരി ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. ഇറ്റ് ബൈൻഡ്സ് ദ ന്യൂക്ലിയോൺസ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ആൻഡ് ഇറ്റ് ഈസ് എ ചാർജ് ഇൻഡിപെൻഡൻറ്റ് ഫോഴ്സ്. ഇറ്റ് ഈസ് ജനറലി അട്രാക്റ്റീവ് ആൻഡ് ഇറ്റ് മേ ബിക്കം റിപ്പൾസീവ് ഓൾസോ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. ഈ 4 ഫോഴ്സുകളിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് വരുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്. അതിൻ്റെ സ്ട്രെങ്ത് വരിക ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ 10⁻38 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും ന്യൂക്ലിയസിനകത്ത് കാണുന്നതാണ്. എപ്പോഴുമല്ല, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കാണുന്നതാണ്. നിങ്ങൾ ചിലപ്പോൾ റേഡിയോ ആക്ടിവിറ്റി എന്ന് കേട്ടിട്ടുണ്ടാകും. ന്യൂക്ലിയസിനകത്ത് നിന്ന് ചില പാർട്ടിക്കിൾസ് തുരുതുരാ സ്പോണ്ടേനിയസ് ആയിട്ട് അത് സ്വയമേവ എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുക. അടുത്ത വർഷം നമുക്കത് വിശദമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ റേഡിയോ ആക്ടിവിറ്റിയുടെ സമയത്ത് ബീറ്റ പാർട്ടിക്കിൾസ് എന്നുള്ള പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അത് ഇലക്ട്രോൺസ് ആണ്. ഈ ബീറ്റ പാർട്ടിക്കിൾസും ന്യൂട്രിനോ അല്ലെങ്കിൽ ആൻറ്റി ന്യൂട്രിനോ എന്നൊക്കെയുള്ള ചില കണങ്ങളും എമിറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ന്യൂക്ലിയസിനകത്ത് രൂപപ്പെടുന്ന ഫോഴ്സാണ് ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇറ്റ് ഈസ് ഓൾസോ ഫോംഡ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ബട്ട് നോട്ട് ഓൾവേസ് ഡ്യൂറിങ് ദ ടൈം ഓഫ് റേഡിയോ ആക്ടിവിറ്റി. വെൻ ബീറ്റ പാർട്ടിക്കിൾസ് ആൻഡ് ന്യൂട്രിനോസ് ആർ എമിറ്റഡ്, weak nuclear force takes place, and its range is also very short, 10⁻⁻16 times meter ഒക്കെയാണ് weak nuclear force ൻ്റെ റേഞ്ച് വരിക. ഇറ്റ് ഈസ് ഓൾസോ ജനറലി അട്രാക്റ്റീവ് ആണ് അതിൻ്റെ നേച്ചർ. പിന്നെ സ്ട്രെങ്ത് വരിക ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ 10⁻25 ഒക്കെയാണ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ സ്ട്രെങ്ത് വരിക.
സോ ദീസ് ആർ ദ 4 ബേസിക് ഫോഴ്സസ് ഇൻ നേച്ചർ. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ട, നിർബന്ധമായിട്ട് ഓർമ്മിച്ചിരിക്കേണ്ടത് വിച്ച് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ ആൻഡ് വിച്ച് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സുമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ആയിട്ട് പോലും അത് മാത്രമാണ് നമുക്കെപ്പോഴും അനുഭവത്തിൽ വരുന്നത്? ഇപ്പം എല്ലാ വസ്തുക്കളിലും ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ടെങ്കിലും ഏത് വസ്തുവും താഴേക്കിട്ടാൽ വീഴുന്നു, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം വീഴുന്നു എന്നുള്ളതാണ് നമുക്ക് അനുഭവത്തിൽ വരുന്നത്. അപ്പോൾ ന്യൂക്ലിയർ ഫോഴ്സ് സ്ട്രോങ് ആണെങ്കിലും അത് അനുഭവത്തിൽ വരുന്നില്ല. പക്ഷേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വീക്കായിട്ട് നമുക്ക് അനുഭവത്തിൽ വരാൻ കാരണം എന്താണ്? കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന വസ്തുക്കൾ അത്രയും വലുതാണ്. ഭൂമി, സൂര്യൻ അല്ലെങ്കിൽ ചന്ദ്രൻ അതുപോലെയുള്ള വലിയ മാസമുള്ള വസ്തുക്കളാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് വീക്കാണെങ്കിൽ പോലും ആഡ് ചെയ്തിട്ട് വലിയ മാസ് ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ടാണ് അത് മാത്രം നമുക്ക് പ്രിഡോമിനൻ്റായിട്ട് അനുഭവപ്പെടുന്നത്. ഇങ്ങനെ ഈ 4 ഫോഴ്സുകളെയും യൂണിഫൈ ചെയ്യാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ശാസ്ത്രലോകത്ത് അതിനുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ 4 ഫോഴ്സ് എന്ന് ബേസിക് ഫോഴ്സസ് എന്ന് പറയുന്നതിന് പകരം ഒറ്റ ഫോഴ്സേ ഉള്ളൂ, അതിൻ്റെ 4 വിഭാഗങ്ങളാണ് ഇതെന്ന് പറയാനുള്ള ശ്രമങ്ങൾ. അതിന് യൂണിഫിക്കേഷൻ ഓഫ് ഫോഴ്സസ് എന്ന് പറയും. അപ്പം ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെയും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെയും ഒക്കെ യൂണിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും ചേർന്നിട്ട് വീക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് എന്നൊക്കെ യൂണിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇലക്ട്രോ വീക്ക് ഫോഴ്സ് എന്നൊക്കെ യൂണിഫൈ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയാണ് ഇതുവരെ പിടിതരാത്ത ഒരു ഭാഗമായിട്ട് കിടക്കുന്നത്. കാരണം അതിന് റിപ്പൾസീവ് നേച്ചർ ഇല്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള കണ്ടുപിടുത്തങ്ങളിൽ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഭാഗത്തുള്ള ഗവേഷണം അങ്ങനെ തടസ്സപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോഴും അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, യൂണിഫിക്കേഷൻ ഓഫ് ഫോഴ്സസ് എന്നുള്ളതിൽ. അപ്പോൾ ഈ ഭാഗങ്ങൾ ഈ ചാപ്റ്ററുമായിട്ട് ചേർത്ത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ ഇത് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് പഠിക്കുന്നത്. ദാറ്റ് ഈസ് മോഷൻ ഇൻ എ ലിഫ്റ്റ്. മോഷൻ ഇൻ എ ലിഫ്റ്റ്. ഒരു ലിഫ്റ്റിൽ നമ്മൾ മുകളിലേക്കോ താഴേക്കോ സഞ്ചരിക്കുമ്പം നമുക്ക് നമ്മുടെ വെയ്റ്റിന് എന്തോ ഒരു വ്യത്യാസം വരുന്നത് പോലെ എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? ചിലപ്പം വെയിറ്റ് കൂടുന്നതായിട്ടോ അല്ലെങ്കിൽ വെയിറ്റ് കുറയുന്നതായിട്ടോ എന്തോ ഒരു വ്യത്യാസം നമുക്ക് ലിഫ്റ്റിൽ സഞ്ചരിക്കുമ്പോൾ അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടാവും. അതെങ്ങനെയാണ് ഈ വെയിറ്റ് വ്യത്യാസം വരുന്നതെന്നും എത്രയാണ് നമുക്ക് വരുന്നതെന്നും നമുക്ക് നോക്കാം. അതാണ് മോഷൻ ഇൻ എ ലിഫ്റ്റ് എന്നുള്ള ഭാഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതൊരു ലിഫ്റ്റിൻ്റെ സർഫസാണ്. ഇവിടെ ഒരു വസ്തു വെച്ചിട്ടുണ്ട്. വസ്തുവിൻ്റെ മാസ് m ആണ്. അതുകൊണ്ട് വസ്തുവിന് താഴോട്ട് വെയിറ്റ്, ഈ തറയിൽ അത് കൊടുക്കുന്ന വെയിറ്റ് mg ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂട്ടൻ്റെ 3rd ലോ പ്രകാരം ടു എവറി ഫോഴ്സ് ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ mgക്ക് തുല്യമായ ഒരു റിയാക്ഷൻ ഈ തറ അല്ലെങ്കിൽ ഈ സർഫസ് ഈ ബോഡിയുടെ മുകളിൽ കൊടുക്കുന്നുണ്ട്. ഇതൊരാൾ നിൽക്കുന്നതാവാം. അപ്പോൾ താഴോട്ടുള്ള ഫോഴ്സ് mg, മേലോട്ടുള്ള ഫോഴ്സ് r ആണ്. ഈ ലിഫ്റ്റ് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണ്, മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ദാറ്റ് ഈസ് എ കേസ് 1. സോ താഴോട്ടുള്ള ഫോഴ്സ് mgയും മുകളിലോട്ടുള്ള ഫോഴ്സ് r-ഉമാണ്. ദേ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. mg ഈസ് ഈക്വൽ ടു r. ഇപ്പോൾ ആ ആൾക്ക് തോന്നുന്നത് അയാളുടെ ആക്ച്വൽ വെയിറ്റ് തന്നെയാണ്. ലിഫ്റ്റിനകത്ത് കയറി നിൽക്കുന്നതേ ഉള്ളൂ. സോ ഹീ ഫീൽസ് ആൻ അപ്പാരൻറ്റ് വെയിറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് ആക്ച്വൽ വെയിറ്റ്. ഓക്കെ, അതിലൊരു വ്യത്യാസവുമില്ല. ഇനി നമ്മൾ അടുത്ത കേസാണ് നോക്കുന്നത്. ലിഫ്റ്റ് ഈസ് ഇൻ യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഒന്നും ഇല്ലാത്ത മോഷനാണ്. ലിഫ്റ്റ് മുകളിലേക്കോ താഴേക്കോ ഒരേ വേഗതയിൽ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ലോയുടെ ഒരു അപ്ലിക്കേഷനായിട്ട് ലോ ഓഫ് ഇനേർഷ്യയുടെ അപ്ലിക്കേഷനായിട്ട് പറയുകയുണ്ടായി, റെസ്റ്റ് എന്നതും യൂണിഫോം മോഷൻ എന്ന് പറയുന്നതും ഒരേ തരം അവസ്ഥയാണ്. കാരണം രണ്ടിലും ഫോഴ്സ് ഇല്ല. റെസ്റ്റ് എന്നുള്ള കണ്ടീഷനിൽ ഫോഴ്സ് ഇല്ല, യൂണിഫോം മോഷനും ഫോഴ്സ് ആവശ്യമില്ല. ഫോഴ്സ് വരികയാണെങ്കിൽ ആക്സിലറേറ്റഡ് മോഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ യൂണിഫോം മോഷനിലും ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് അവിടെയും ഉള്ള കേസ് mg ഇസ് ഈക്വൽ ടു r എന്നായിരിക്കും. ഇവിടെ വേറെ മറ്റ് പ്രത്യേകിച്ച് ഫോഴ്സുകളൊന്നും വരുന്നില്ല. സോ ഹി ഓർ ഷീ ഫീൽസ് ദ ആക്ച്വൽ വെയിറ്റ്. അതായത് ലിഫ്റ്റ് യൂണിഫോം മോഷൻ ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ ഓർ ഡൗൺവേർഡ് ഡയറക്ഷൻ ആയാലും വെയിറ്റിൽ യാതൊരു വ്യത്യാസവും അനുഭവപ്പെടില്ല. ഇനിയാണ് നമ്മുടെ അടുത്ത കേസ് വരുന്നത്. വെൻ ദ ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്പ് വിത്ത് ആൻ ആക്സിലറേഷൻ a. മൂവ് ചെയ്യാണ് മുകളിലേക്ക് ആക്സിലറേഷനോടെ. സോ ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഫോഴ്സ് ഉള്ളത്? ഈ ലിഫ്റ്റ് മുകളിലേക്കാണ് ആക്സിലറേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുകളിലേക്കുള്ള ഫോഴ്സ് r ഉണ്ട്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട്. താഴേക്ക് mg ഉണ്ട്. അപ്പം മുകളിലേക്ക് r-ഉം താഴേക്ക് mg ഉള്ളതിൽ മുകളിലേക്ക് വസ്തു മൂവ് ചെയ്യണമെങ്കിൽ r ആയിരിക്കണമോ mg ആയിരിക്കണമോ കൂടുതലുണ്ടാവുക?
ആറായിരിക്കും കൂടുതലുള്ളത്. അതുകൊണ്ടാണ് ഏത് രണ്ട് ഡയറക്ഷനിൽ ഫോഴ്സ് വരികയാണെങ്കിൽ ഏത് ഡയറക്ഷനിലേക്കാണോ കൂടുതൽ ഫോഴ്സ് ആ ഡയറക്ഷനിലേക്കാണ് വസ്തു നീങ്ങുക. അപ്പം 6 കൂടുതലുള്ളത് കൊണ്ടാണ് മുകളിലേക്ക് വസ്തു നീങ്ങിയത്, ആക്സിലറേറ്റ് ചെയ്ത് പോയത്. അപ്പോൾ നമുക്ക് പറയാം മുകളിലേക്കുള്ള ഫോഴ്സ് MA ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു R മൈനസ് MG. അതായത് മുകളിലേക്കുള്ള ആറും താഴേക്കുള്ള MGയുടെയും വ്യത്യാസമാണ് മുകളിലേക്കുള്ള ഫോഴ്സായിട്ട് മാറിയത്. Okay, MA is in the upward direction, R is in the upward direction and MG is in the downward direction. So we can say R is equal to R അവിടെ തന്നെ നിൽക്കട്ടെ, ഇത് MG ഇങ്ങോട്ട് എടുക്കുമ്പോൾ MA പ്ലസ് MG, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം R is equal to M into G plus A. So this is the case when the lift is moving up with an acceleration A. അത് ലിഫ്റ്റ് മുകളിലേക്ക് പോകുമ്പം അയാൾക്ക് തോന്നുന്ന വെയിറ്റ് അയാളുടെ ആക്ച്വൽ വെയിറ്റിനേക്കാളും കൂടുതലായിരിക്കും. ആക്ച്വൽ വെയിറ്റ് ഇപ്പം 60 കിലോ ഉള്ള ഒരാളാണ്, നമുക്ക് G തൽക്കാലം 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എടുക്കാം. 60 × 10 600 ന്യൂട്ടൺ ആയിരിക്കണം ആക്ച്വൽ വെയിറ്റ് തോന്നേണ്ടത്. പക്ഷേ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ 10 + 10 എന്നുള്ള രീതിയിൽ വന്നിട്ട് 20 × 60 ദാറ്റ് ഈസ് 1200 ന്യൂട്ടൺ ആയിരിക്കും അയാൾക്ക് തോന്നുന്ന വെയിറ്റ്. അതായത് വെൻ ദ ലിഫ്റ്റ് ഈസ് മൂവിങ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ ദ പേഴ്സൺ ഫീൽസ് ആൻ ഇൻക്രീസ് ഇൻ ദ വെയിറ്റ്. ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്, അപ്പാരൻ്റ് ആയിട്ടാണ് തോന്നുന്നത്, ആക്ച്വലി അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നൊന്നും ഇല്ല. ഇനി നാലാമത്തെ കേസ്, വെൻ ദ ലിഫ്റ്റ് ഈസ് മൂവിങ് ഡൗൺ വിത്ത് ആൻ ആക്സിലറേഷൻ A. ലിഫ്റ്റ് താഴേക്ക് ആക്സിലറേറ്റ് ചെയ്ത് വരികയാണ്, മുകളിലേക്കല്ല താഴേക്കാണ് ലിഫ്റ്റ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ഏത് കൂടുതലായതുകൊണ്ടാണ് താഴേക്ക് വരിക? താഴോട്ടുള്ള ഫോഴ്സ് കൂടുതലായതുകൊണ്ട്. അതായത് MG ആണ് കൂടുതൽ ആറിനേക്കാളും. അപ്പോൾ നമുക്ക് പറയാം, ഇവിടെ എഴുതാം ഞാൻ, MG കൂടുതലാണ് ആറിനേക്കാളും. അപ്പോൾ MGയും ആറും തമ്മിലുള്ള വ്യത്യാസമാണ് താഴോട്ടുള്ള ഫോഴ്സായിട്ട് മാറിയത്, ദാറ്റ് ഈസ് MA. അതാണ് താഴോട്ടുള്ള ഫോഴ്സ് MA. MA താഴോട്ടുള്ള ഫോഴ്സ് ഈക്വൽ ടു താഴോട്ടുള്ള MG മൈനസ് മുകളിലോട്ടുള്ള R. അപ്പോൾ നമുക്ക് R is equal to, R ഇങ്ങോട്ട് എടുക്കുകയാണ്, R is equal to MG മൈനസ് MA, അല്ലെങ്കിൽ M into G മൈനസ് A. So when the lift is moving down with an acceleration A, ആക്ച്വൽ വെയിറ്റ് MG ആണ്, അതിനേക്കാളും കുറവാണ് അനുഭവപ്പെടുക. സോ ഡിക്രീസ് ഇൻ ദ വെയിറ്റ് ഈസ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അപ്പാരൻറ്റ് വെയിറ്റ് വിൽ ബി ലെസ് ദാൻ ദ ആക്ച്വൽ വെയിറ്റ്. And the case 5 is if the lift is freely falling ആണെന്ന് വിചാരിക്കുക, വീഴുകയാണ്, പൊട്ടി വീഴുകയാണെന്ന് വിചാരിക്കുക. ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ആക്സിലറേഷൻ എപ്പോഴും ഈക്വൽ ടു G ആയിരിക്കും, ദാറ്റ് ഈസ് A ഈക്വൽ ടു G ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ എന്ത് വരും നോക്കൂ, R is equal to M into G minus G, that is equal to 0. So R is equal to 0. അപ്പം താഴോട്ട് വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിലുള്ള ഒരാൾക്ക് അനുഭവപ്പെടുന്ന വെയിറ്റ് 0 ആയിരിക്കും, അല്ലെങ്കിൽ വെയ്റ്റ്ലെസ്നെസ് വിൽ ബി എക്സ്പീരിയൻസ്ഡ് ഇൻ എ ഫ്രീലി ഫോളിംഗ് ബോഡി. ഓക്കെ, അത് പ്രത്യേക ഒരു കേസാണ്. താഴോട്ട് വീണുകൊണ്ടിരിക്കുമ്പോൾ ഒരു വസ്തുവിൻ്റെ വെയിറ്റ് 0 ആയിട്ടായിരിക്കും അനുഭവപ്പെടുക. നിങ്ങൾ പല വാട്ടർ തീം പാർക്കുകളിലൊക്കെ പോയിട്ട് ഉയരത്തിലേക്ക് ചില വസ്തുക്കളിൽ കയറിയിട്ട് പെട്ടെന്ന് താഴോട്ട് വീഴുമ്പം ഇത്തരം വെയ്റ്റ്ലെസ്നെസ് അനുഭവിക്കാനുള്ളത്. പൂർണ്ണമായിട്ടും ഫ്രീലി ഫോളിംഗ് ആയിരിക്കില്ല, കുറച്ചൊക്കെ ഒരു പിടുത്തം ഉണ്ടാവും, എന്നാൽ ഏകദേശം ഒരു ഫ്രീലി ഫോളിംഗ് അവസ്ഥയാണ്. അപ്പോൾ വെയിറ്റ് ഇല്ലാത്ത ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഈ ഉപഗ്രഹങ്ങളിലും സാറ്റലൈറ്റ് സ്പേസ് സ്റ്റേഷനുകളിലും ഒക്കെ ഈ ഫ്രീലി ഫോളിംഗ് അവസ്ഥയാണുള്ളത് കൊണ്ടാണ് അവർക്ക് ഭാരമില്ലായ്മ അല്ലെങ്കിൽ വെയ്റ്റ്ലെസ്നെസ് എന്നുള്ള അവസ്ഥ ഉണ്ടാകുന്നത്. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് മറ്റൊരു ചാപ്റ്ററിൽ പഠിക്കാം. അപ്പോൾ ഈ ലിഫ്റ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ 5 കേസുകൾ നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കുക. when the lift is stationary, actual weight is experienced. when the lift is in uniform motion, either in the upward direction or in the downward direction, the actual weight is experienced. when the lift is moving up with an acceleration A, the apparent weight will be greater than the actual weight. when the lift is moving down with acceleration A, the apparent weight will be less than the actual weight. And when the lift is freely falling, weightlessness is experienced. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഇത്തരം കാര്യങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിച്ച് കേട്ടിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ശരി.